ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു സെൽഫ് കെയർ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ടൊരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് വല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും, അല്ലാത്ത സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ ഒരു റൊട്ടീൻസും കാര്യം എനിക്കില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ ഇന്ന് നമുക്ക് സെൽഫ് കെയറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. അതറിയാത്ത കുറേ പേരുണ്ടാവും, അറിയുന്നവരുണ്ടാവും. എന്താണെങ്കിലും അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഞാനിങ്ങനെ ഒരു പ്രോപ്പർ സെൽഫ് കെയറും കാര്യമൊക്കെ കൊണ്ടുനടക്കുന്ന ആളല്ല. എനിക്കൊരു റൊട്ടീൻസും കാര്യം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിത് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്കിതുപോലെ റൊട്ടീൻസും കാര്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അതൊന്ന് ഫ്ലോപ്പായി പോകും. ഇനിയും ഞാൻ ട്രൈ ചെയ്യും. ഇപ്പം ഞാനിതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം എന്താണെങ്കിലും സെൽഫ് കെയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു കെയർ ആണ് ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നത്, റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത്, ജേർണൽ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ എന്തിനെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിൽ കുറച്ചെണ്ണേ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സംഭവമാണ് ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. പക്ഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം അതൊരു നല്ല കാര്യം തന്നെ. നമുക്ക് ഡെയിലി ഓരോ റൊട്ടീൻസും കാര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. അതാകുമ്പോൾ നമുക്കൊരു പ്രോപ്പർ വേല് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ലൈഫ് പോവും, പക്ഷേ ഭയങ്കര ലേസി ആയിരിക്കും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ മടിയായിരിക്കും, അങ്ങനെ വെറുതെ ചിലപ്പോൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വരുന്നത് ഇതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യലുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒഴിവായി പോവാൻ കാരണം എനിക്ക് 2 മക്കളുണ്ടല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഞാൻ അതൊന്ന് വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഇന്ന് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇതുപോലൊക്കെ തോന്നും, അപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനൊരു സ്കിൻ കെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു ബുക്കുണ്ട്, ഞാനൊരു 5-6 മാസമായിട്ടുണ്ടാവും അത് വാങ്ങിയിട്ട്. ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. 1 പേജ് വായിക്കും, 2 പേജ് വായിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് ആവുന്നുണ്ടാവും ഇതുപോലെ വായിച്ച്. എന്താണെങ്കിൽ അതൊരു സ്റ്റോറി ആയിട്ടുള്ളതൊന്നുമല്ല, ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും തിങ്കിങ് ഹാബിറ്റ് കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ബുക്കാണ്. ഇന്നിപ്പോൾ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ തന്നെ അന്ന് നൈറ്റ് നമുക്കൊരു ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് ഫീലിങ്ങും അതുപോലെ ഒരു ഹാപ്പിനെസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.